ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കിതൊരു വലിയ വീഡിയോ എടുക്കാം അല്ലെ. എപ്പോഴും ഷോർട്സ് ആണ് ഇടുന്നത്, ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ, ഭയങ്കര മഴയും കാറ്റും ഒക്കെയാണ്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോഴും പുറത്ത് മഴയാണ് കേട്ടോ. അപ്പോ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സമയം വരും. അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരും. ഇപ്പൊ മോശം സമയത്തിലൊക്കെ ഇരിക്കുന്ന, ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരും, നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. അപ്പോ നമുക്ക് കാർഡുകളൊന്ന് നോക്കാം. ഷഫിൾ ചെയ്ത് കാർഡ് എടുക്കാം. എന്താണ് നിങ്ങളുടെ സമയത്തിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാമേ. പേജ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെന്റക്കിൾസ്, സൺ. നിങ്ങളുടേതായിട്ടുള്ള സമയം വരും. സൺ അതായത് നിങ്ങളുടെ ജീവിതത്തിലും സൂര്യൻ ഉദിക്കും, നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം വരും കേട്ടോ. ഹാങ്ഡ് മാൻ, ദ എംപറർ, ഏസ് ഓഫ് കപ്പ്, lovers, 6 of pentacles. ഈ കാർഡ് കൂടെ കുറച്ച് എടുക്കാവേ. മൂന്നുണ്ട്. ഇതൊക്കെയാണ് കാർഡുകൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടി പറയാണ്, പുറത്ത് മഴയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ സമയം വരുമെന്ന് ആണെന്നുള്ളതാണ് ഇപ്പൊ ടോപ്പിക്. നിങ്ങളുടെ സമയം വരും, അതായത് നിങ്ങളുടെ സമയം വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മോശമായിട്ടുള്ളൊരു സമയമാണ് പലർക്കും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അത് പറയാൻ മറന്നേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ചിലവർക്ക് കുറച്ച് മോശം സമയമാണ്, അല്ലെങ്കിൽ ഒരുപാട് അപമാനിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുവീഴുന്ന സമയമാണ്. 10 of Wands. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്. വർക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുണ്ട്, ഒരുപാട് ജോലി ചെയ്യണം. പക്ഷെ അവിടെ നിങ്ങൾക്ക് ജോലിക്ക് അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നില്ല, സാലറി കിട്ടുന്നില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളൊരു കമ്പനിയിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് സാലറി വർധനവില്ല. എന്നോ ഒരുപാട് നാളുകളായിട്ട് ഒരേ സാലറി, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കാണ്, അവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ മോശമായതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നതാണ് ഒരുപാട് ആളുകൾ. അത്തരം പ്രോബ്ലത്തിലൊക്കെ പെട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു. വീട്ടിലായാലും നിങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ, ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം തലയിലേറ്റ് നടക്കേണ്ട ഒരവസ്ഥ, രോഗങ്ങളും പ്രശ്നങ്ങളും, അങ്ങനെ സാമ്പത്തിക പ്രോബ്ലംസ് ഒക്കെ മൊത്തത്തിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥ പല കാര്യങ്ങളിലും. അപ്പൊ മൊത്തത്തിൽ നിങ്ങളൊരു വല്ലാത്ത പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ ഒരു സൊല്യൂഷൻ കാണുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നിങ്ങൾക്ക് അതിനൊരു വഴി, ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ല, ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ സമയം വരും, നിങ്ങളുടെ സമയം വരും. ചിലർക്ക് നിങ്ങളുടെ സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിലർക്ക് ഇവിടെ സൺ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സമയമായെന്ന് പറയാം.
കേട്ടോ. അപ്പൊ നിങ്ങളുടെ സമയമായിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്തവരായിരുന്നെങ്കിൽ നിങ്ങളുടെ സമയമായിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാം. നിങ്ങൾ ഇപ്പോഴും ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് ഇല്ലാതെ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളോട് പറയുന്നത്, സ്റ്റക്ക് ആണെങ്കിലും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് ഇവിടെ. നിങ്ങളൊരു സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അതായത് ഒരു മാറ്റമില്ലാതെ, ലൈഫിൽ ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ പോവുക. എത്ര പരിശ്രമിച്ചിട്ട് ഒരു മാറ്റമില്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സമയം വരും. എല്ലാവർക്കും ഒരു സമയമുണ്ട്, എന്നും ഒരേപോലെ ലൈഫ് പോവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കണ്ടോ, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം. മെഡിറ്റേഷൻ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു പ്രോബ്ലവും ഇല്ല. അതുപോലെ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ടവരാണെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം. കുറച്ചു സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ മാറ്റി വെക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ദുഃഖം മാത്രമല്ല, സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖം മാത്രമല്ല, ദുഃഖമാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കാലചക്രം ഇങ്ങനെ കറങ്ങി 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 വരും. അപ്പൊ എല്ലാം നമ്മൾ അനുഭവിക്കണം, അല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല കേട്ടോ. എല്ലാം അനുഭവിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ, വേദനകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. ഒരുപാട് പേര് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ അപമാനിക്കുകയും പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര്, എനിക്ക് അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിണങ്ങി നിൽക്കുന്നു, മരിച്ചുപോയി, ഡിവോഴ്സ്, അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ അവരുടെ വൈഫ് മരിച്ചു, അപ്പൊ അല്ലെങ്കിൽ അവരൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതാണ് ആളുകളുടെ ഒരു രീതി. അതായത് ഒരുപാട് വേദനിപ്പിക്കുന്നു, പല രീതിയിൽ വേദനിപ്പിക്കലും അപമാനിക്കലും അങ്ങനെയൊക്കെയുള്ള റീഡിങ്ങുകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾ എന്താ പറയാ, കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റി നിർത്തുക. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൂടുതൽ ചേർത്ത് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആ ഒരു വേദനയിലും നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്കും അവർക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടം ഉണ്ട്, അല്ലെ? അവർക്കും ഇതുപോലൊരു അവസ്ഥ നാളെ വരാം, തീർച്ചയായിട്ടും വരാം. ഇപ്പം ചിരിക്കുന്നവർക്ക് നാളെ കരയാൻ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നേക്കുക. നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നേക്കുക, അല്ലാതെ ഇടിച്ചു കയറി ഒരിടത്തേക്കും പോകാനോ ഒന്നിനും പോകണം. പക്ഷെ നാളെ അവർക്കൊരു കർമ്മ ഉണ്ട്. ഇപ്പം അവര് നിങ്ങളോട് ചെയ്യുന്നത് എന്തായാലും അതിന് ഇപ്പൊ നല്ലതായാലും നല്ലത് കർമ്മ കിട്ടും, ചീത്തയാണ് ചീത്ത. അപ്പൊ ആർക്കായാലും നമ്മൾ നന്മ ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. കർമ്മ എന്നതുണ്ട്. അതുകൊണ്ട് ഇന്ന് അവര് ചിരിക്കുന്നെങ്കിൽ നാളെ അവര് കരയും, ഇന്ന് നിങ്ങൾ കരയുന്നെങ്കിൽ നാളെ നിങ്ങൾ ചിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ അടുത്ത് വരുന്നവരോട് വേണ്ട നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് വിടുന്നത്. കാരണം നമ്മൾക്ക് ലൈഫ് ഒരുപാട് ഒറ്റപ്പെടുന്നവരും വേദനിക്കുന്നവരുമാണ് വരുന്നത്. അവർക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വിടുന്നു. ജീവിക്കാൻ മുന്നോട്ടേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് വരുന്നവരെ മുന്നോട്ടേക്ക് ജീവിക്കാനായിട്ട് അവർക്ക് പ്രേരിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഒന്നുകൂടി അവരെ പ്രശ്നങ്ങളിലാക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചിലവരുടെ ലൈഫിലേക്കാണ് ഒരുപാട് വിക്ടറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്, വിജയം വരികയാണ് കേട്ടോ. ഒരുപാട് ചോയ്സസ്, നിങ്ങൾക്ക് ഇപ്പൊ ജോലിയിലായാലും പല കാര്യങ്ങളും ഒരുപാട് ചോയ്സസ് കാണിക്കുന്നുണ്ട്, സക്സസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാനിവിടെ പ്രൊമോഷനൊക്കെ കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് പ്രൊമോഷൻ ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളുടെ സമയം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വിക്ടറി ഉണ്ട്, പ്രൊമോഷൻ കിട്ടും. അങ്ങനെ പ്രൊമോഷനൊക്കെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, നിങ്ങൾക്ക് എന്താ പറയാ സാലറി കൂടുതൽ കിട്ടും. അതായത് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മാറും എന്നല്ലേ, ഇങ്ങനെയല്ല, എനിക്ക് എന്നും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കില്ല. എനിക്ക് ഈ സിറ്റുവേഷനിൽ മാറണം, എനിക്ക് കുറച്ചുകൂടെ നല്ല സാലറി കിട്ടണം, അല്ലെ എനിക്ക് പ്രൊമോഷൻ കിട്ടണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട്
പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഹാർഡ് വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്നിടത്ത് പ്രൊമോഷൻ കിട്ടുന്നില്ല, സാലറി വർധന കിട്ടില്ല, നിങ്ങൾ വേറെ ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കാം. നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റമുണ്ടാവൂ. ആരെങ്കിലും ഒക്കെ മാറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആരും മാറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ. നിങ്ങൾ തന്നെ അതിനുവേണ്ട എഫേർട്ട് എടുക്കുക. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവരൊരു അനക്കവും ഇല്ല, അവരും ഒന്നിനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളായിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഏതോ നല്ല ഓപ്പർച്യൂണിറ്റി വേണം, അല്ലെങ്കിൽ വേറെ ഏതോ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറണം, നല്ല ജോലിയിലേക്ക് മാറണം, അതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ വരാൻ പോകുന്നത്, പുതിയ പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ചിലർക്ക് നല്ല പ്രപ്പോസൽ വരാൻ പോകുന്നുണ്ട്, പുതിയ ന്യൂ ലവ് വരുന്നുണ്ട്, പുതിയ ലവ്. ഇപ്പൊ നിങ്ങൾ ഇതുവരെ ലവ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു പുതിയ ലവ് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സ്നേഹബന്ധം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, ആ ഒരു സങ്കടത്തിലും വേദനയിലും ഒക്കെ ആണെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ, പുതിയൊരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ന്യൂ ലവ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, ന്യൂ ബേബി. അപ്പൊ അതിന് തയ്യാറെടുക്കുന്നവരാരെങ്കിലും ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിലൊക്കെയാണ് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ചില വ്യക്തികളോട് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഏത് കൺഫ്യൂഷൻ ഇരിക്കുകയാണെങ്കിൽ മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ്, അടുത്ത സ്റ്റെപ്പ് എടുക്കണോ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ അടുത്ത ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ജോലിക്കാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, അടുത്തൊരു ജോലിക്ക് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതണം അത് ചെയ്യുക, വിദേശത്ത് പോകണ അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നു, വെറുതെ നിൽക്കാതെ കേട്ടോ. അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം ഏതൊരു കാര്യത്തിനും കേട്ടോ എന്നാണ് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നോക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഉള്ളത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല മാനേജർ പോസ്റ്റോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആയിട്ട് നിൽക്കേണ്ട, നിങ്ങളുടെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന രീതിയിലുള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല അതോറിറ്റി, അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ്, ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യണേ, ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്നാണ് പറയുന്നത്. പലർക്കും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ സമയം വരും എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജോലിക്കായിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടും അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സമയം വരെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു ഗിഫ്റ്റ്, നിങ്ങൾക്ക് ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഒരു സഹായമായിട്ട് പണം ആഗ്രഹിക്കുന്നുണ്ട്, പണം ലഭിക്കാൻ പോകുന്നു. എന്തോ ഒരു നല്ല സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു കോടതിപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും നീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നീതി ലഭിക്കാൻ പോകുന്നു. കോടതി കേസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കും. കോടതിപരമായ എന്തെങ്കിലും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ, നിങ്ങളുടെ അസുഖം മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും വയ്യാഴിക, എന്തെങ്കിലും രോഗത്തിൽപ്പെട്ടിരിക്കുന്നവരാണ്, നിങ്ങളുടെ അസുഖം ഭേദമാകാൻ പോകുന്നു എന്നുള്ള കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പ്രശ്നത്തിലും പ്രോബ്ലത്തിലും പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലും ഒക്കെ ആണെങ്കിലും നിങ്ങളോട് പറയുവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിക്കും, നിങ്ങൾക്ക് നല്ലൊരു സമയം വരും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇതുണ്ടോ, 4 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചെലവ് ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾക്ക് കുറേശ്ശെ സേവ് ചെയ്യാൻ പറ്റും.
കൂടുതൽ നിങ്ങളുടെ വരുമാന മാർഗം കൂടും, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. വരുമാനം കൂടുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അത് സേവ് ചെയ്യാനും കടങ്ങൾ വീട്ടാനും ഒക്കെ പറ്റും. നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. ഫോർ ഓഫ് പെന്റിക്കിൾസ്, അതായത് നിങ്ങൾക്കും ആ ഒരു നിങ്ങളുടെ സമയം വരും, നിങ്ങൾ കാത്തിരിക്കുക മണി സേവ് ചെയ്യാനും കടങ്ങൾ വീട്ടാനും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാനും വീടും കാറും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു റിച്ച് എനർജി നിങ്ങളിൽ ആർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുക. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ലെങ്കിലും അത് വരും. നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരുമെന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണേ. അപ്പൊ ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ ആയിട്ട് ഇരിക്കാതിരിക്കുക. എനിക്കൊന്നും കിട്ടില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടില്ല എന്തൊക്കെയുള്ള വിചാരം മാറ്റുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ സ്റ്റക്ക് ആയിരിക്കുക, എന്ത് സ്റ്റക്ക് ആയാലും ആ ഒരു സ്റ്റക്ക്നെസ് മാറും. വീല് കറങ്ങി കറങ്ങി നല്ലൊരു സമയത്തിലേക്ക് വരും. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ വരും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക. യൂണിവേഴ്സിലെ ദൈവം തരേണ്ട ദൈവം തന്നോളും. ക്ഷമയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇവിടെ കണ്ടോ, വിത്ത് വിതച്ച് നിങ്ങൾ നിങ്ങൾ ആ ഒരു പരിപാലിക്കുക. നിങ്ങൾ വിത്ത് വിതച്ച് പ്ലാന്റ് പരിപാലിക്കുക, അല്ലെങ്കിൽ ആ ചെടിയെ പരിപാലിക്കുക. അത് നിങ്ങൾക്ക് നല്ല ഫലം തരും. അതാന്ന് പറഞ്ഞാൽ അത് ഫലം തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ജോലി എന്തായാലും ഇപ്പൊ ചെറിയൊരു എമൗണ്ടേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലിക്ക് കൂലി ഇല്ലായിരിക്കാം, എങ്കിലും നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം, അത് കൂടിക്കൂടി വരും. തീർച്ചയായിട്ടും കൂടിക്കൂടി വരും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കണോ, എത്രത്തോളം ഹാർഡ് വർക്ക് ഏത് കാര്യത്തിൽ എടുക്കുന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ക്ഷമയോടെ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലർ ജോലിയൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം വിൽക്കുന്ന കാര്യത്തിന് ആ സ്ഥലം വിറ്റിരുന്നെങ്കിലൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു, കടങ്ങൾ വീട്ടാമായിരുന്നു എന്നിരിക്കുന്നു. അല്ലെങ്കിൽ സ്ഥലം വിറ്റിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് ആവുന്നില്ല എന്നുള്ള ഒരു പരാതി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ലഭിക്കും. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കുറച്ച് ടൈം വേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നടക്കില്ല. എല്ലാവരും ഒന്നും ആവുന്നില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പൊ ആവുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നല്ലത് വരാനൊരു സമയമുണ്ട്, നഷ്ടപ്പെടാനൊരു സമയമുണ്ട്, കിട്ടാനൊരു സമയമുണ്ട്, നല്ല കാലം വരാനൊരു സമയം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളുടേതായ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തെ എന്ത് നടക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തേ വരൂ. ഒരു ഡിവൈൻ ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സമയം, നമ്മൾക്കിപ്പോ ഒരു കഷ്ടകാലം, ഒരു ശനിദോഷമൊക്കെയാണ്, അത് തീരാൻ ഇത്ര സമയമുണ്ട്. 7:30 ശനിയോടെ 7:30 അല്ലെങ്കിൽ കണ്ടകശനി തീരാൻ ഇത്ര. അപ്പൊ ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾക്ക് ശുക്രൻ വരും. അപ്പൊ ആ ഒരു ശനി സമയം നമ്മൾ അത് കടന്നു കിട്ടിയേ ഒക്കത്തുള്ളൂ. നമ്മൾക്കത് അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് അതൊക്കെ നടക്കേണ്ട രീതിയിൽ നടന്നോളും. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല, ഒന്നും നമ്മുടെ കയ്യിലേക്ക് വരില്ല. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. കുറേശ്ശെ നമ്മൾക്ക് എന്തും കുറേശ്ശെയാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറേശ്ശെ നമുക്ക് ചെറിയൊരു ജോലി ചെയ്തിട്ട് കുറച്ച് കിട്ടി, അത് കഴിയുമ്പോൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ജോലി, കുറച്ചുകൂടെ നല്ല സാലറി, അങ്ങനെ പോയി നമ്മളൊരു ഹൈ ലെവലിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് പരിശ്രമിക്കുക, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവം റിസൾട്ട് തരും കേട്ടോ. യൂണിവേഴ്സ് നമുക്ക് റിസൾട്ട് തരും. ഓരോന്നും നമ്മുടെ കയ്യിൽ എത്താനായിട്ട് അതിൻ്റെതായ ഓരോ സമയങ്ങളുണ്ട്. ആ ഒരു സമയത്ത് വരും. ഇന്ന് നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും, നിങ്ങളിപ്പോ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, കരച്ചിലേ ഉണ്ടാവും. കരയാൻ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഒരു വഴിയും ഇല്ലായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഇന്ന് നിങ്ങളെ പരിഹസിക്കുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നാളെ അവര് കരയും. അപ്പൊ നിങ്ങൾ ചിരിക്കാവും. നാളെ അവരിപ്പോ ഏതവസ്ഥയിലാണോ, അവര് നല്ല റിച്ച് ആണെങ്കിൽ നാളെ അവര് പുവറാവും. അപ്പൊ നിങ്ങൾ നല്ല റിച്ച് ആവും. അതുകൊണ്ട് ഇന്ന് കാണുന്നതല്ല നാളെ, എല്ലാത്തിനും മാറ്റം വരും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ളൊരു സമയം തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിക്കും.
നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഇരുട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിക്കും, തീർച്ചയായിട്ടും ഉദിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു ദിവസത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. വെറുതെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കാണ് നമ്മൾക്ക് എന്തെങ്കിലും ലോട്ടറി അടിക്കും അല്ലെങ്കിൽ ഏതോ സൗഭാഗ്യം നമ്മളെ തേടി പെട്ടെന്ന് വരും എന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മളാൽ കഴിയുന്ന ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുക. ഭാഗ്യവും സൗഭാഗ്യവും തരുന്ന ദൈവമാണ്. നമ്മൾ എത്രത്തോളം ദൈവത്തെ വിളിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു, അപ്പൊ അതിനനുസരിച്ച് ദൈവം നമ്മൾക്ക് സൗഭാഗ്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തരും കേട്ടോ. അപ്പൊ നിങ്ങളുടേതായ ഒരു സമയം വരും, നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചില വ്യക്തികളുടെ ഒരു ട്രൂ ലവിനെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ ഒരു ട്രൂ ലവ്. ഈ പ്രാവശ്യം എനിക്കൊരു മോശമായ ഒരു ലവിന്റെ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല. ഒരു ട്രൂ ലവ് ആണ്, ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡ്. ഒരു നല്ല രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ നോ കോണ്ടാക്റ്റോ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പൊ സ്റ്റക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ല, വിളിക്കുന്നില്ല, പറയുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ പോലും അതൊരു ട്രൂ ലവ് ആണ്. ആ ഒരു വ്യക്തി നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രണയം. അത് വെണ്ടക്കപ്പം നിറഞ്ഞൊഴുകുന്ന രീതിയിൽ നല്ലൊരു പ്രണയമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ടായിരിക്കാം. രണ്ട് വ്യക്തികൾക്കും അറിയാം നിങ്ങൾ പരസ്പരം കാത്തിരിക്കുകയാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റും. ഇപ്പം പ്രസന്റ് സിറ്റുവേഷൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. അതും അവിടെയും നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ജീവിത പ്രാരാബ്ദങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് മാറി നിൽക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. നിങ്ങളുടെയൊക്കെ വീട്ടുകാരോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ ജോലിയില്ലാത്ത അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തൽക്കാലം അങ്ങ് മാറി നിൽക്കുന്നു. രണ്ട് വ്യക്തികളും കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ട്. റിയൽ ലവ് ആണ്. ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. സണ്ണും വന്നിട്ടുണ്ട്, ലവേഴ്സും. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു കൂടിച്ചേരലുണ്ട്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുക. രണ്ടുപേരും വേറെ മാരേജിലേക്ക് പോവില്ല, മറ്റു വ്യക്തികളിലേക്കും പോവില്ലാത്ത രണ്ട് വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കും കേട്ടോ, ഒന്നിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ ഒരു എനർജി നിങ്ങൾക്കും ഒരു സമയം ഉണ്ടാവും. അത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. പ്രസന്റിൽ അത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള ലൈഫിലേക്ക് പോയിട്ടുണ്ട്. കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാരാബ്ദങ്ങൾ ഉണ്ടാവാം, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ അത് യൂണിവേഴ്സായിട്ട് ഒന്നിക്കേണ്ട ഒരു ബന്ധമാണ്, ഒന്നിച്ചുകൊള്ളും. നിങ്ങളെ ഒന്നിപ്പിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അത് സണ്ണും ലവേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഏസൊപ്പം നല്ല റിയൽ ലവ് ആണ്, നല്ല ലവ് ആണെന്നാണ് കാണിക്കുന്നത്. ഡിവൈൻ ലവ് എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് അവിടെയും നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി പലതും നിങ്ങളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടാവാം. അത് നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെ അത് എടുക്കുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം അതൊക്കെ മറച്ചു പിടിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളെ പേടിയായിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞോളും. അത് നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നില്ല. തൽക്കാലത്തേക്ക് അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ലൈഫില് രണ്ടുപേരുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതൊരു ചീറ്റിംഗ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാത്തിരിക്കാം. കാത്തിരിക്കുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു റീഡിങ്. ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾ നിങ്ങളുടേതായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഒരു എനർജിയാണ് അത് കേട്ടോ. അങ്ങനെ ദൈവവുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന നല്ല വ്യക്തികളുടെ ആ ഒരു നല്ല പ്രണയം, ഡിവൈൻ ലവ്, റിയൽ ലവ് കേട്ടോ. ആ ഒരു പ്രണയത്തിന്റെ കാര്യത്തിന്റെ റിസൾട്ടാണ് പറയുന്നത്. ഒരു ചീറ്റിംഗ് ലവ് അല്ല, കാർമിക് അല്ല, റിയൽ ലവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പൈങ്കിളി പ്രയോഗങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ളതാണ് റിയൽ ലവ്. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മധുരവാക്കുകൾ പറയുന്നുണ്ടാവില്ല. നിങ്ങൾ അധികം കൂടിക്കാഴ്ചയിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു നല്ല ലവിനാണ് പറയുന്നത്. അങ്ങനെയുള്ള ആണെങ്കിൽ അങ്ങനെയുള്ളവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാരേജ് കഴിക്കാനും അങ്ങനെ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ളവരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളോടാണ് പറയുന്നത് നിങ്ങളുടേതായ ഒരു സമയം വരും, നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്ഷമയുടെ കാത്തിരിക്കും. ഏതൊരു കാര്യത്തിനായാലും, സാമ്പത്തികം ഇല്ലാതെ വിഷമിക്കുന്നതായാലും
എന്ത് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവരായാലും നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരും. നിങ്ങൾ ആ സമയത്തിനായി കാത്തിരിക്കാം കേട്ടോ. ചിലർക്ക് സൺ വന്നുദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയമായിട്ടുണ്ട്. ചിലർക്ക് നിങ്ങളുടെ സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾ സക്സസിലേക്ക് പോകാൻ പോണു, നല്ല രീതിയിൽ നല്ലൊരു റിച്ച് എനർജിയിലേക്ക് പോകാൻ പോണു പലരും. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആയിട്ടുള്ളവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.